KEAM 2021 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാട്ട് നെക്സ്റ്റ്, ഇനി എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ്, ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള പല ഡൗട്ട്സുകളും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അത്തരം ഡൗട്ട്സുകൾ കുട്ടികൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്. അതുപോലെ തന്നെ 12/10/2021 മുതൽ 16/10/2021 5 PM വരെയാണ് നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ടൈം വന്നിട്ടുള്ളത്. ഫിസിക്കലി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗവൺമെൻറ് കോളേജസിലാണ് കിട്ടിയെങ്കിൽ 10,000 കോഷൻ ഡെപ്പോസിറ്റ് കൂടി അടയ്ക്കേണ്ടി വരും, എക്സെപ്റ്റ് SC/ST കാൻഡിഡേറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ഓപ്ഷൻ കൺഫർമേഷൻ, അത് വളരെ മസ്റ്റാണ്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ മസ്റ്റാണ്. അതില്ലെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പ്രിൻ്റ് എടുക്കണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയില്ല, പക്ഷേ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മെയിലിൽ സേവ് ചെയ്തിടുക. ഒരിക്കലും മിസ്സാവരുത് അലോട്ട്മെൻറ്റ് മെമ്മോ. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഉള്ളിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസും നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയറും വളരെ ക്ലിയർ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വളരെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി ഇഷ്യൂസ് സോൾവ് ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പറയുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂടി ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കോഡൊക്കെ അടിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അലോട്ട്മെൻറ്റ് റിസൾട്ട്സിലേക്ക് വന്ന് അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ചലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചലാനാണെങ്കിൽ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് ചെയ്യാൻ പറ്റുക. അതാകുമ്പോൾ നാളെയും മറ്റന്നാളും പോസ്റ്റ് ഓഫീസ് മുടക്കാണ്, അതെല്ലാവരും മനസ്സിൽ വയ്ക്കുക. തേഴ്സ്ഡേ ഫ്രൈഡേ മുടക്കാണ്, പൂജ ഹോളിഡേയ്സാണ്. പിന്നെ സാറ്റർഡേ ആണ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഡേയ്സിലേക്ക് എന്തായാലും വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ പോയിട്ട് എല്ലാവരും ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. വളരെ ധൃതിപ്പെട്ട് എന്തെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കയറി എന്തെങ്കിലും ചെയ്ത് മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ലാസ്റ്റ് ദിവസത്തേക്ക് വയ്ക്കാതിരിക്കുക. കാരണം ലാസ്റ്റ് ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ സെർവറിൻ്റെ ഇഷ്യൂസോ മറ്റ് ഇഷ്യൂസോ വന്നിട്ട് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ വരുത്തി കൂടുതൽ ഇഷ്യൂ ആക്കുന്നതിന് നല്ലത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക, കാരണം വെച്ചാൽ നാളെയും മറ്റന്നാളും മുടക്കാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് 19-ാം തീയതി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കൺഫർമേഷൻ പേജിൽ കയറി കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് അതിനായിട്ടുള്ളൊരു ഓപ്ഷനുള്ളൂ. കൺഫർമേഷൻ പേജിൽ കൺഫർമേഷൻ കൊടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നെക്സ്റ്റ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള ഡൗട്ട്സുകൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള കോളേജസ് എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും, അതിന് മുകളിലുള്ള കോളേജസാണ് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുക. ഇനി 1-2 കുട്ടികൾ എന്നെ ഇപ്പോൾ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് അത്ര പോരാ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന്. കിട്ടിയിട്ടുള്ള കോളേജ് നല്ലതല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജാണെങ്കിലും നിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫീസ് അടച്ചിരിക്കണം. ഇനി ഫീസ് അടയ്ക്കുമ്പോൾ ഗവൺമെൻറ് കോളേജസിലാണ് അടുത്ത ഓപ്ഷൻസിൽ കിട്ടി പോകുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലാണ് കിട്ടി പോകുന്നത്, വീണ്ടും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഫീസ് തന്നെ അവർ ട്രാൻസ്ഫർ ചെയ്ത് യൂസ് ചെയ്തോളും. അതുകൊണ്ട് കാശ് നഷ്ടപ്പെടുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. പക്ഷേ ഹയർ ഓപ്ഷൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി ഇതാണ്, അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JEE അലോട്ട്മെൻറ്റ് വരുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വിഡ്രോ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫീസ് റീഫണ്ട് കിട്ടിയിരിക്കും. അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ഇതാണ് കൂടുതൽ കുട്ടികളും ചോദിക്കുന്നൊരു ഡൗട്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കോളേജായിരുന്നു. അപ്പോൾ ഞാനിനി എന്താ ചെയ്യുക, ജോയിൻ ചെയ്യാതിരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാതിരുന്നാലുള്ളൊരു കുഴപ്പം ഇതേ ഉള്ളൂ, അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ,
അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കോമൺ ആയിട്ട് വീഡിയോയുടെ ഇടയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ അത്തരം ഡൗട്ട്സുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് റാങ്ക് വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ലാസ്റ്റ് ഓരോ കോളേജസിനും സീറ്റ് കിട്ടാനായിട്ട് വേണ്ട ലാസ്റ്റ് റാങ്ക്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട്, എത്ര വരെ റാങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയാം, OBC ആണെങ്കിലും ഈഴവയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ള റാങ്ക്, ലാസ്റ്റ് റാങ്കിൽ കൊടുത്തിട്ടുള്ള റാങ്ക് നിങ്ങളുടെ ജനറൽ റാങ്കാണ്, അത് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് അല്ല. അതും ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.